മദീനയിലെ പള്ളിയിൽ സന്ധ്യാസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു അപരിചിതൻ കടന്നു വന്നു. യാത്രക്കാരനാണ്, കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു, ക്ഷീണം കൊണ്ട് ശരീരം തളർന്നിരിക്കുന്നു. അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ വിശന്നു മരിക്കാറായിരിക്കുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകൻ ഉടനെ തന്നെ തന്റെ വീടുകളിലേക്ക് ആളെ വിട്ടു. പക്ഷേ മറുപടി സങ്കടകരമായിരുന്നു. അള്ളാഹുവാണ് സത്യം, ഇവിടെ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുറ്റും വരുന്ന അനുചരന്മാരോട് ചോദ്യം ചോദിച്ചത്, ആരാണ് ഇന്ന് ഈ അതിഥിയെ ഏറ്റെടുത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം നേടുന്നത്? മറ്റാരും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അൻസാരിയായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു കൈപ്പൊക്കി, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ തയ്യാറാണ്. അതിഥിയെയും കൂട്ടി വീട്ടിലെത്തിയ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഭാര്യ ഉമ്മു സുലൈമിനോട് വിവരം പറഞ്ഞു. പക്ഷേ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ വീട്ടിലുള്ളൂ. അവർ വിശന്ന് കരയുകയാണ്. ഇവിടെയാണ് ആ ദമ്പതികളുടെ ഈമാൻ തിളങ്ങിയത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഒരു പ്ലാൻ പറഞ്ഞു. അവർക്ക് വിശപ്പ് മറക്കാൻ എന്തെങ്കിലും കഥകൾ പറഞ്ഞ് അവരെ ഉറക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വിളക്ക് ശരിയാക്കുന്നത് പോലെ കാണിച്ച് അത് അണച്ചേക്കുക. ഇരുട്ടിൽ നമ്മൾ കഴിക്കുന്നതായി അഭിനയിക്കാം. പാത്രത്തിൽ കൈയിട്ട് ശബ്ദമുണ്ടാക്കാം. അതിഥി വയറ് നിറയെ കഴിക്കട്ടെ. ആ വീട് ഇരുട്ടിലായി. മക്കളും മാതാപിതാക്കളും പട്ടിണിയിൽ. പക്ഷേ ആ ഇരുട്ടിൽ ഒരു അതിഥിയുടെ വയറും മനസ്സും നിറഞ്ഞു. അബൂ തുൽഹയും ഉമ്മു സുലൈമും ഒഴിഞ്ഞ പാത്രത്തിന് മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായി അഭിനയിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ ഡിന്നർ ഡ്രാമ. തങ്ങൾ പട്ടിണി കിടന്ന് മറ്റൊരാളെ ഊട്ടുമ്പോൾ അവർക്ക് ലഭിച്ചത് അവാർഡുകളല്ല, മറിച്ച് പ്രപഞ്ചനാഥന്റെ പ്രീതിയായിരുന്നു. പിറ്റേന്ന് സുബ്ഹ് നിസ്കാരത്തിന് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കി അതിമനോഹരമായി പുഞ്ചിരിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അബൂ തുൽഹ, ഇന്നലെ രാത്രി നിങ്ങൾ ദമ്പതികൾ അതിഥിയോട് കാണിച്ച വലിയ മനസ്സ് കണ്ട് അള്ളാഹു പോലും അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വന്തം വയറ് നിറക്കുന്നവനല്ല, മറ്റുള്ളവന്റെ വിശപ്പറിയുന്നവനാണ് യഥാർത്ഥ നായകൻ. നന്മയുടെ കാര്യത്തിൽ ഭർത്താവും ഭാര്യയും ഒറ്റക്കെട്ടായാൽ ആ വീട് സ്വർഗമാകും. ബാങ്ക് ബാലൻസിലല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു ത്യാഗങ്ങളിലാണ് യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നന്മകളിൽ ഏർപ്പെട്ട് ഈമാൻ പൂർണ്ണമായി മരണപ്പെടുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ.